പ്രശാന്തേട്ടാ, ഇപ്പോൾ ബി ജെ പിയിൽ പുതിയ ജില്ലാ പ്രസിഡന്റുമാരെല്ലാം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. പക്ഷേ ഈ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുന്നത് ബി ജെ പിയുടെ നേതാക്കളല്ല, സന്ദീപ് വാര്യറാണ്. കോൺഗ്രസിൻ്റെ നേതാവായ സന്ദീപ് വാര്യറാണ് ബി ജെ പിയുടെ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവി ഇങ്ങനെ ആയിരിക്കുമോ? ബി ജെ പിയുടെ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് ആ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടായിരിക്കും അദ്ദേഹം ഇനി മുന്നോട്ട് പോകുന്നത്? സന്ദീപ് ഇയാളെ എന്തിനാ അവിടെ എടുത്തേ? നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബി ജെ പിക്കകത്ത് നിന്ന് ഒരു വ്യക്തമാവും. വളരെ കൃത്യമായിട്ട് ചാനൽ ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിന്ന ആൾ ഒരു കാരണവുമില്ലാതെ ഒരു കാരണം ഉണ്ടാക്കി അതിനകത്തുനിന്ന് വെളിയിൽ പോകുന്നു. എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഇയാൾ ചില സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി അതിനകത്തുനിന്ന് നടപടിക്ക് വിധേയമായി വന്നപ്പോൾ അതിനൊരു കാരണം ഉണ്ടാക്കി വെളിയിൽ പോയതാണ്. അപ്പോൾ ബി ജെ പിക്കകത്തൊരു കൃത്യമായ അംഗീകാരമുള്ള മനുഷ്യനായിരുന്നു. കാരണം ഈ പുള്ളിയെ അകത്തോട്ടാരും കാണുന്നില്ല. പുള്ളിയുടെ വാചകടിയും അല്ലെങ്കിൽ പുള്ളിയുടെ ചിരിയും പറച്ചിലുമൊക്കെ കാണുന്നുള്ളൂ. പുള്ളിയുടെ യഥാർത്ഥ പ്രവൃത്തി തിരിച്ചറിഞ്ഞ് ബി ജെ പിക്കകത്തുനിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ബി ജെ പി തയ്യാറായി നിൽക്കുകയായിരുന്നു. അത് നമ്മൾ പറയുന്നില്ല, നമുക്ക് പറ്റത്തില്ല പറയാം. നമ്മൾ പറയുന്ന പോലും മോശമാണ്. അപ്പം അങ്ങനെ വെളിയിൽ വന്നു ഇദ്ദേഹത്തിനെ ഈ ബി ജെ പിക്കകത്തുനിന്ന് കോൺഗ്രസിനകത്ത് വന്നതിന് ശേഷം ഇയാൾ കാണിച്ചിട്ടുള്ള ഗോഷ്ഠികളെല്ലാം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ള. ഇയാൾ കോൺഗ്രസിൻ്റെ ഭാഗമല്ലായിരുന്നല്ലോ. ഇയാൾ ചില മുസ്ലിം ലീഗിൻ്റെ ഭാഗം. അയാളെ അതിനുശേഷം ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നതെല്ലാം ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ. അയാളെ ഗൾഫിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് തലപ്പാവ് അണിയിക്കുന്നു. അല്ലെങ്കിൽ ഇയാൾ ഒരു ദിവസം ഒരു 9 വട്ടം ഇയാളെ കൊണ്ട് വെറുപ്പിൻ്റെ കട ബി ജെ പി എന്ന് പറയുന്നു, RSS എന്ന് പറയുന്നു. അപ്പോൾ ഇയാൾ ഈ ഒരു പറയുന്നത് പോലെ ഇയാളെ എന്തിനോ എടുത്തു എന്ന് പറഞ്ഞാൽ ഇയാൾ ബി ജെ പിക്കും RSSനും എതിരെ ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറയിക്കുന്നതിന് വേണ്ടി ഒരു ഹിന്ദു നാമധാരിയെയും ഒരു ബി ജെ പിയുടെ ഭാഗമായിട്ട് നിന്ന ഒരാളിനെയും വിലക്കെടുത്തു. അതിനകത്ത് അയാൾ വളരെ വലിയ തുക മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കരാറ് ബാംഗ്ലൂരിൽ വെച്ചും അല്ലെങ്കിൽ ശിവകുമാറിൻ്റെ അടുത്ത് വെച്ചും ഒക്കെയാണ് നിലപാട് നടത്തിയതെന്നും ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 9 കൗൺസിലർമാരെ പാലക്കാട്ട് നിന്ന് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് അന്ന് നടന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതാണ്ടൊരു സാധ്യത മാധ്യമങ്ങൾ അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് ഈ പറയുന്നത് പോലെ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടെന്നും പ്രശാന്ത് ശിവനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. അപ്പം കൗൺസിലർമാർ രാജിവെക്കുമെന്ന് പറയുന്നു. അല്ലെ, അത് വേറൊരു കാര്യമുണ്ട്. ബി ജെ പിക്കകത്ത് സംഘടനാ തെരഞ്ഞെടുപ്പിനുമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത കൊടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ CPM സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത കൊടുക്കാൻ സാധിക്കുന്നത് ഈ 2 പാർട്ടിക്കകത്തും സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ സന്ദീപേ. എന്താ കോൺഗ്രസിന് കൊടുക്കാൻ സാധിക്കാത്തത്? കോൺഗ്രസ് 92-ലാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം ഇന്ന് വരെ അതിനകത്തൊരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. നോമിനേഷനാണ് നടന്നിട്ടുള്ളത്. നോമിനേഷൻ പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ പാർട്ടി പോകുന്നത്. ആ പാർട്ടിക്കകത്ത് കയറി ഇരുന്നിട്ടാണ് ഇയാൾ ബാക്കിയുള്ള പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിനകത്ത് ഇടപെടുന്നത്. കോൺഗ്രസിനകത്ത് ഇപ്പോൾ എന്താ ഓർമ്മക്കുറവുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമുണ്ട്. അത്തരത്തിൽ ഒരാളിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റുമോ? എന്നാൽ ഒന്ന് മാറ്റട്ടെ. കോൺഗ്രസിനകത്തൊന്നും മാറ്റാൻ പറ്റില്ല. അത്രയ്ക്ക് സംഘടന ദൗർബല്യമുള്ള പാർട്ടി, വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാവുന്ന പാർട്ടി, ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത പാർട്ടി, ഒരിക്കൽ ഒരു സ്ഥാനത്തിരുന്നാൽ ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാത്ത പാർട്ടി, അത് യുവജനങ്ങൾക്ക് യാതൊരു രീതിയിലും അക്കോമഡേഷൻ ഇല്ലാത്ത പാർട്ടി, ഒരു ഒച്ചഴിഞ്ഞ അക്ഷരമായതുപോലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന പ്രസിഡന്റ് എത്രയോ കാലം കൊണ്ട് അല്ലെങ്കിൽ അതിനകത്ത് വന്നു. വേറെ ആരുണ്ട്? പ്രകാശ്, നമുക്ക് ഉദാഹരണങ്ങൾ, തിരുവഞ്ചൂർ രാജൻ എത്ര കാലം കൊണ്ട് ജയിക്കുക? കൊടിക്കുന്നിൽ സുരേഷ് ആ സീറ്റിൽ എത്ര കാലം കൊണ്ട് ജയിക്കുക? അടൂർ പ്രകാശ് ഒരു സീറ്റിൽ എത്ര കാലം കൊണ്ട് ജയിക്കുക? ഏതെങ്കിലും സീറ്റിൽ ഒരാൾ ജയിച്ചു വന്നാൽ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അയാൾ മരിക്കുമല്ലാതെ അവിടെ നിന്ന് ഒഴിയുമോ? വേറെ കുറേ ഇത് കൊടുക്കുമോ? അല്ലെങ്കിൽ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരെ മാറ്റി സ്ഥാപിക്കാൻ പറ്റുമോ? ഇത്തരത്തിൽ സംഘടനാപരമായിട്ട് ഒന്നും നടക്കാത്ത പാർട്ടി ആ പാർട്ടിക്കകത്ത് കയറിയിരുന്നുണ്ട്. ആ ബാക്കിയുള്ള പാർട്ടിക്കകത്ത് സംഘടന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസം കാണും. ഇപ്പം സന്ദീപിനെ എത്ര ജനസമ്മതിയുള്ള ആളാണെങ്കിലും സന്ദീപിനോട് ശത്രുത ഉള്ളവരാണ്, അവർ അഭിപ്രായ വ്യത്യാസം വരുത്തും. അത് സംഘടനാ തെരഞ്ഞെടുപ്പ്. ഈ പ്രശാന്ത് കോവിലിൻ്റെ വിഷയം വെച്ചില്ലേ അവിടെ സംഘടനാ പ്രശ്നം ഉണ്ടായത്? അയാളെ വെച്ച് തന്നെ ആ സംഘടന അവിടെ കറക്റ്റ് ചെയ്തോ? അപ്പോൾ ആ സംഘടനയ്ക്ക് വില ഉണ്ടോ? അയാളെ വേണ്ടാന്ന് പറഞ്ഞാണല്ലോ രാജിവെക്കാൻ ആൾ നിന്നത്. അയാളെ വെച്ച് തന്നെ സംഘടനയെ കറക്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ സംഘടനയ്ക്കും അല്ലെങ്കിൽ ആ സംഘടനയുടെ പുറകിൽ നിൽക്കുന്ന RSSനും അവിടെ വില ഉണ്ടല്ലോ. എല്ലാവരെയും പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഒരു കാര്യം കറക്റ്റ് ചെയ്യാൻ കോൺഗ്രസിനകത്ത് നടക്കുമോ? ഇയാളെ ഏതാണ്ടൊക്കെ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്തൊന്നുമില്ല. ഇതുവരെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഒന്നും ആയിട്ടില്ല. ഇയാളെ ഇസ്ലാമിസ്റ്റുകൾ കൊണ്ടു നടക്കുന്നു. അതുകൊണ്ടേക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ലാഭമുണ്ട്. അല്ലാതെ കോൺഗ്രസിനകത്ത് നാളെ കാലത്ത് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൊടുക്കാനൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാനീ പറഞ്ഞത് BJP കഴിഞ്ഞ ദിവസം യുവരാജ് ഗോകുൽ പറഞ്ഞത് ഇയാളുടെ കാര്യം നോക്ക്. ഇയാൾ അവിടെ ഒച്ചഴിഞ്ഞ അക്ഷരമായതോടെ പാലക്കാട് രാഹുൽ മാങ്കുണ്ടത്തിൽ അവിടുത്തെ ആരുടെയൊക്കെ SDP-കാരൻ്റെ മറ്റവരുടെയൊക്കെ വോട്ട് പിടിച്ച് വെച്ചെന്ന് ഇയാൾ ചെയ്യുന്നുണ്ടാന്ന് ചോദിച്ചത്. ഇയാൾ അവിടെ നിന്ന് ഇയാളുടെ കാര്യം നടത്തി കാണീരേ. ഇയാൾ എന്താണെന്നുള്ള കാര്യം ഇയാൾ ഏതെങ്കിലും വ്യക്തമായിട്ടുള്ളവരിടത്ത് നിന്നിട്ട് മത്സരിച്ച് അതിനെ തെളിയിച്ച് കാണീരേ. ഇയാൾ BJP-യുടെ കാര്യങ്ങൾക്കകത്ത് ഇടപെടാൻ പോകണ്ട.
BJP-ക്കകത്തുനിന്ന് പുറത്തു പോകുമെന്ന് പറയുന്നത് BJP-ക്ക് അന്ന് അർഹതയുള്ളവരൊക്കെ പുറത്തായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇയാൾ, അല്ലാതെ വേറെ ആരും പുറത്തു പോകത്തില്ല. വേറെ ആ ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഐഡിയോളജി അനുസരിച്ചാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഗോകുൽ സംസാരിച്ചു. കാരണം ഇതിനകത്ത് 200-300 പേര് വ്യക്താക്കളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതിനകത്ത് ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് വില ഉണ്ടായിരുന്നു, അംഗീകാരം ഉണ്ടായിരുന്നു. ഈ ഒരു അംഗീകാരം ഇപ്പോൾ എത്ര ദിവസം അതിനകത്ത് കിട്ടും? ആദ്യത്തെ ഒരു പ്രൊജക്ഷനൊന്നും ഇല്ലല്ലോ. ഒരു പക്ഷേ 2026 വരെ. അല്ല, അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ഒരു അമളി പറ്റിയിട്ടുണ്ട്. ഇദ്ദേഹം വരുമ്പോൾ പുറകെ ആയിരക്കണക്കിന് BJP-ക്കാരും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒന്നും നടന്നു. അയാളല്ലാതെ ഭാര്യ പോലും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ പറയുന്നത് പോലെ ഈ 2026 ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ ഇദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇദ്ദേഹം അച്ചാരം മേടിച്ച് കാര്യം പറയുന്ന ആളാണ്. ഇയാൾ ഒരു ഐഡിയോളജിയും ഇല്ലാത്ത ആളാണ്. ഇയാൾ ഓരോ പാർട്ടിക്കകത്തും ഓരോ താല്പര്യപ്പെട്ടാണ് നിൽക്കുന്നത്. ആ താല്പര്യം നടക്കാതെ വരുമ്പോഴും, അല്ലെങ്കിൽ ആ താല്പര്യം തീർന്നു കഴിയുമ്പോഴും, അല്ലെങ്കിൽ ഇപ്പോൾ അച്ചാരം മേടിക്കുന്നതിന് അച്ചാരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൂലി കഴിക്കുന്നതിന് ഒരു ദിവസത്തെ കൂലി പോയാൽ വേറെ അടുത്ത് കൂലി കിട്ടുന്നിടത്തോട്ട് പോകും. ആ രീതിയിലൊക്കെ പോകുന്ന ഒരാളാണ് അയാളെ. അതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ കാണേണ്ടി വരുന്നത്. കാരണം തലേന്ന് വരെ ഒരു ഐഡിയോളജിക്കകത്ത് നിന്നിട്ട് ആ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് പിറ്റേന്ന് വന്നിട്ട് ഒരു ഉളുപ്പുമില്ല, അരമണിക്കൂർ കൊണ്ട് ഇതിനെ മൊത്തം തള്ളിപ്പറയുന്നത്. ഇപ്പം ചെറിയാൻ ഫിലിപ്പ് പാർട്ടി മാറിപ്പോയി, നിങ്ങൾ ശ്രദ്ധിച്ചു. ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിനകത്തുനിന്ന് CPM-നകത്ത് പോയി. പക്ഷേ അദ്ദേഹം അതിനകത്ത് പാർട്ടിക്കകത്ത് കയറിയില്ല. പക്ഷേ അദ്ദേഹത്തെ പറ്റി കോൺഗ്രസ്സുകാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അയാൾ കുറേ കാലം കഴിഞ്ഞിട്ട് CPM-നെ തിരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടു, CPM വേറെ ആര് പോയാലും തീർത്ത് കൈകാര്യം ചെയ്യും. CPM അദ്ദേഹത്തെ പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അയാളെ പറ്റി മോശമായിട്ട് പറയാനൊന്നുമില്ല. പുള്ളി അവിടെ ചെന്നിരുന്നു, അയാൾ ഭാഗമായിട്ട് നിന്നു, അയാൾ മാന്യമായിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഇയാളെ പറ്റി അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഇയാളെപ്പറ്റി ഇയാളുടെ രീതി. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞാൽ ഇയാളെന്തിനാണ് BJP-യുടെ കാര്യത്തിനകത്ത് ഇടപെടുന്നത്? ഇയാൾ ഇടപെടേണ്ടത്, ഇയാൾ തിരുത്തേണ്ടത്, ഇയാൾ കഴിയുമെങ്കിൽ കോൺഗ്രസിനകത്ത് തിരുത്തട്ടെ. കോൺഗ്രസിനകത്ത് ഇയാളെന്നല്ല, കോൺഗ്രസിൻ്റെ തലോട്ടൊപ്പം ഉണ്ടാക്കിയ ആൾ തിരിച്ചു വന്നാൽ തിരുത്താൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക. അതായത് നമ്മളീ പറയുമ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യമേ ചർച്ചയാവത്തുള്ളൂ. ഇവിടെ കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കേഡർ പാർട്ടിയായിട്ടുള്ള BJP-ക്ക് വേണ്ട 22,000 ബൂത്തിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞു. ജില്ലാ പ്രസിഡന്റുമാരുടെ ഇലക്ഷൻ വന്നപ്പോൾ ക്രീം പോസ്റ്റാ, അതിനകത്ത് മത്സരം വരും. അത് മാധ്യമങ്ങൾ നോക്കി നിൽക്കുന്നതുകൊണ്ട്, മാധ്യമങ്ങൾ BJP-യുടെ ഭാഗമല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ BJP-യുടെ കുഴപ്പം കണ്ടുപിടിക്കാൻ നിൽക്കുന്നതുകൊണ്ട് ചെറിയ കുഴപ്പങ്ങൾ വലുതായിട്ടൊക്കെ കാണിക്കും. അതിനകത്ത് സന്ദീപ് വാര്യർ പറയുമ്പോൾ സന്ദീപ് വാര്യർ BJP-യുടെ ഭാഗം. സന്ദീപ് വാര്യർക്ക് BJP-ക്കകത്ത് വരും. സന്ദീപ് വാര്യർക്കകത്ത് BJP-ക്കകത്തൊരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് അഭിപ്രായം പറയാനൊക്കെ എന്ത് കാര്യം? അയാൾ ആ പാർട്ടിക്കകത്ത് എന്ത് സംസ്ഥാന സെക്രട്ടറി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒന്നും ആക്കിയില്ലല്ലോ. അപ്പം ഈ പറയുന്നത് പോലെ ഇയാളെ അവരുപയോഗിക്കുന്നു. ഒരു ദിവസം 9 വട്ടം ഇതുപോലെ RSS-നെ തള്ളിപ്പറയണം. BJP വിട്ടുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെല്ലാം ഞാനതാ പറഞ്ഞ അയാളെ കൊണ്ടു നടക്കുന്ന ഇസ്ലാമിസ്റ്റുകളാണ്. സ്ഥലമെല്ലാം കണ്ട് ആവശ്യം പോലെ സമ്പത്തും കിട്ടും. ആവശ്യം പോലെ സമ്പത്ത് കിട്ടും, മട്ടൻ ബിരിയാണി കിട്ടും, അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ കിട്ടും. വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ച് ഇങ്ങനെ നടക്കാം. പക്ഷേ ഒരു കാര്യം, ഒരു ദിവസം ഇത്ര വട്ടം വെറുപ്പിൻ്റെ കടയിൽ നിന്ന് ഞാൻ വന്നു, പിന്നെ തല തൊപ്പി വെച്ച ആൾക്കാരും ഈ കൃത്യമായിട്ട് ഇസ്ലാമിസ്റ്റുകളെയും കെട്ടിപ്പിടിച്ച് അവരുടെ കല്യാണത്തിനും പോയി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കണം. ഇതിന് നമ്മൾ പൈസ തരുന്നത്, അതിന് എത്ര വേണമെങ്കിലും തരാം. അത് ഈ പറയുന്ന പോലെ അതിന് അങ്ങനെ കാര്യം പറയുന്ന ആൾക്കാരെ പറ്റി ഞാൻ ഇദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വിളിക്കുക, പാലുകാച്ചിനെ വിളിക്കുക, എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് വെറുപ്പിൻ്റെ കടയിൽ നിന്ന് വെറുപ്പിൻ്റെ കട. ഈ വെറുപ്പിൻ്റെ കടയിൽ 10-20 കൊല്ലം നിന്നതാ. ഈ വെറുപ്പിൻ്റെ കടയിലെ ചാപ്പാടാ പുള്ളിയുടെ ശരീരം മൊത്തം. മനസ്സിലായില്ലേ? ഈ വെറുപ്പിൻ്റെ കടയാണ് പുള്ളി ഇത്ര ആക്കിയത്. അപ്പം അദ്ദേഹം ഇതിനകത്ത് വന്നതും കുനിഞ്ഞു നിന്നാ വന്നതും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. കാരണം ഈ കൂടുതൽ താങ്ങി നിൽക്കുന്നതും കുനിഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം. കാരണം ഒരു കഴിവുമില്ലാത്തവനും കള്ളന്മാരും ചതിയന്മാരുമാണ് കൂടുതൽ വിധേയത്വം കാണിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് BJP-ക്ക് ഒരു അബദ്ധം പറ്റി. അല്ലെങ്കിൽ BJP വിചാരിച്ചു ഇരിക്കട്ടെ, ഇത്രയും കുനിഞ്ഞു നിന്നതല്ലേ, ഒരു ചെറിയ പോസ്റ്റ് കൊടുത്തേക്കാം, സംസാരിക്കാൻ അറിയാം, സംസാരിച്ചോട്ടെ. പക്ഷേ BJP-യുടെ ഐഡിയോളജിയോ BJP-യുടെ RSS-ൻ്റെയോ കാര്യങ്ങളോ ഒന്നും പുള്ളിക്ക് വിഷയമല്ലായിരുന്നു. പുള്ളിക്ക് എവിടുന്ന് കിട്ടണം? ആ പണം വേണം. അല്ലെങ്കിൽ ഐഡിയോളജി ഉള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, തത്വമുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഈ വാര്യർ കാണിച്ച കാര്യം, അയാളെ പാർട്ടി നടപടിയെടുക്കാൻ വെച്ചിരുന്ന കാര്യം വെളിയിൽ കേട്ടാൽ ഇയാളെ ഒരിടത്ത് പോലും അക്കോമഡേറ്റ് ചെയ്യത്തില്ല. അത്രയ്ക്ക് നെറുകേട് കാണിച്ചിട്ടുള്ളവനാണ്. അപ്പം BJP-യോട് തന്നെ കാണിച്ചത്, BJP-യുടെ ഒരു നേതാവിനോട് കാണിച്ച നെറുകേടാണ് പറയുന്നത്. അപ്പോൾ BJP-യുടെ തന്നെ കാണിച്ച് അതിപ്പോഴും നമ്മൾ എത്ര പറയുമ്പോഴും അത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഈ പറയുന്ന ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് അയാൾ ഒരു ഘട്ടത്തിൽ പോലും അന്നും വെളിയിൽ പറഞ്ഞിട്ടില്ല. ഇന്നും പലവട്ടം മാധ്യമങ്ങൾ ചോദിച്ചിട്ടും അയാളുടെ ക്വാളിറ്റി വെച്ചിട്ട് അയാൾ പറഞ്ഞിട്ടില്ല. അയാൾ എന്താണെന്നറിയോ? ഇവനെ നാറ്റുന്നതിൻ്റെ കൂടെ അയാളുടെ പാർട്ടി നാറും, ആ പാർട്ടിയുടെ നേതാവ് നാറും. അത്തരത്തിൽ പാർട്ടിയെ കരുതലോട് കൊണ്ടു നടക്കുന്നതാണ് അവരെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്ര ആക്ഷേപം പറഞ്ഞാലും, ഏതായാലും എത്ര ആക്ഷേപം പറഞ്ഞാലും
എത്ര പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നേതാക്കന്മാരുണ്ടായതുകൊണ്ട് മത്സരബുദ്ധി കാണും. മത്സരബുദ്ധി ഉണ്ടായതുകൊണ്ട് അതിനകത്ത് സംഘടനാ പ്രശ്നത്തിനകത്ത് ചിലപ്പം ഒരാൾ വേണം മറ്റേയാൾ വേണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കാണും. ഇത് ഉള്ള പാർട്ടി BJP ആണ്, ഉള്ള പാർട്ടി കേരളത്തിൽ CPM ആണ്. അതിനെപ്പറ്റി ഒരു 92-ന് ശേഷം ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു പാർട്ടിയും കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടാണ് ഇയാൾ BJPയെ കുറ്റം പറയുന്നത്. ഗോകുൽ പറഞ്ഞതുപോലെ BJPക്കകത്തുനിന്ന് പുറത്തു പോകേണ്ടവരൊക്കെ പോയി. ആ പുറത്തു പോകേണ്ടവൻ്റെ ഭാഗമായിട്ട് നിന്നാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ടാണ് പുറത്തു പോകേണ്ടി വന്നത്. അയാളുടെ കാര്യം നോക്കിയാൽ മതി. BJPയുടെ അഭിപ്രായം പറയാൻ അതിനകത്ത് അതിന് ചേരുന്നവരുണ്ട്. അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം ഗോകുൽ പറഞ്ഞത്.